ടീച്ചർ ലൈനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ലക്ഷ്മണ സ്വാതന്ത്ര്യം എന്ന പാഠം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചതാരാണ്? എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ ഏത് നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്? 16-ാം നൂറ്റാണ്ടിൽ. ഈ ചോദ്യം കഴിഞ്ഞ ബോർഡ് എക്സാമിന് വന്ന ഒരു ചോദ്യം കൂടിയാണ്. അതുപോലെ ലക്ഷ്മണ സ്വാതന്ത്ര്യം എന്ന കവിതാഭാഗം രാമായണത്തിലെ ഏത് കാണ്ഡത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? അയോധ്യാകാന്ഡം. സൗമിത്രേ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ലക്ഷ്മണനെ. അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടൂ. എന്താണ് അറിഞ്ഞത്? ലക്ഷ്മണന്റെ തത്വം. നിന്നോളമില്ല മറ്റാർക്കും. എന്താണ് മറ്റാർക്കും ഇല്ലാത്തത്? രാമനോടുള്ള വാത്സല്യം. ഭോഗങ്ങൾ ഏതുപോലെയാണ്? ക്ഷണപ്രഭ ചഞ്ചലം. മർത്യജന്മം ക്ഷണഭംഗുരമെന്ന് സാദൃശ്യപ്പെടുത്തിയത് എന്തിനോടാണ്? ചുട്ടുപഴുത്ത ലോകത്തിൽ വീണ വെള്ളത്തുള്ളിയോട്. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതാര്? പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള. മനുഷ്യർക്ക് അസ്ഥിരമായിട്ടുള്ളതെന്ത്? ലക്ഷ്മിയാണ് മനുഷ്യർക്ക് അസ്ഥിരമായിട്ടുള്ളത്. കളത്രസുഖം എന്തിന് സമാനമാണ്? സ്വപ്ന സമാനമാണ്. സംസാരകാരിണി ആയതെന്താണ്? അവിദ്യ. സംസാരനാശിനിയായിട്ടുള്ളത് വിദ്യയാണ്. മോക്ഷാർത്ഥി എന്താണ് ചെയ്യേണ്ടത്? ഏകാഗ്രമായി വിദ്യാഭ്യാസം നേടണം. മനുഷ്യന് ശത്രുക്കളാകുന്നത് എന്താണ്? കാമ, ക്രോധ, ലോഭ, മോഹാദികൾ. മുക്തിക്ക് വിഘ്നം വരുത്തുന്നതാര്? ക്രോധം. ബുധജനം ചെയ്യേണ്ടത് എന്താണ്? ക്രോധം പരിത്യജിക്കണം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം എഴുത്തച്ഛൻ. താഴെ തന്നിരിക്കുന്നവയിൽ എഴുത്തച്ഛന് ചേരാത്ത പ്രസ്താവന ഏതാണ്? ആധുനിക കവിത്രയം, തത്വചിന്തകൻ, മലയാള ഭാഷയുടെ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇതിൽ ചേരാത്ത പ്രസ്താവനയാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിൽ എഴുത്തച്ഛന് ചേരാത്ത പ്രസ്താവന ആധുനിക കവിത്രയം. എഴുത്തച്ഛൻ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരു കവിയാണ് എഴുത്തച്ഛൻ. വത്സ സൗമിത്രേ കുമാര എന്ന് ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? നമുക്കറിയാം, ശ്രീരാമൻ ലക്ഷ്മണനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. മിന്നലിൻ്റെ പ്രഭ പോലെ ഇല്ലാതാകുന്നത് എന്താണ്? ഉത്തരം ഭോഗങ്ങളാണ് മിന്നലിൻ്റെ പ്രഭ പോലെ ഇല്ലാതാകുന്നത്. മർത്യജന്മത്തെ എന്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? ചുട്ടുപഴുത്ത ലോഹ കഷ്ണത്തിൽ വീണ വെള്ളത്തുള്ളിയോടാണ് മർത്യജന്മത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. കാലത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? പാമ്പിനോടാണ് കാലത്തിനെ ഉപമിച്ചിരിക്കുന്നത്. കാലാഹി എന്ന പദം വിഗ്രഹിച്ച് പറയുമ്പോൾ കാലമാകുന്ന അഹി എന്ന് വെച്ചാൽ നമുക്കറിയാം പാമ്പ്. അപ്പോൾ കാലമാകുന്ന അഹി എന്നാണ് വിഗ്രഹിച്ച് പറയേണ്ടത്. ക്രോധം പരിത്യജിക്കേണ്ടത് ആരാണ്? ഉത്തരം ബുധജനം. ബുധജനം എന്ന് വെച്ചാൽ നമുക്കറിയാം അറിവുള്ളവരെയാണ് നമ്മൾ ബുധജനം എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ക്രോധത്തെ പരിത്യജിക്കേണ്ടത്. ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നത് എന്താണ്? ക്രോധമാണ് ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം. സാധ്യം, അസാധ്യം, ദൃശ്യം, അദൃശ്യം, ആദി, അന്തം, നിശേഷം, ശേഷം, തവ, മമ, യുക്തം, അയുക്തം, ഫലം, നിഷ്ഫലം, ചഞ്ചലം, അചഞ്ചലം, വിയോഗം, സംഗമം, സ്ഥിര, അസ്ഥിര, തുല്യം, അതുല്യം, അഭിമാനം, അപമാനം, ജ്ഞാനം, അജ്ഞാനം, വിദ്യ, അവിദ്യ, ബന്ധനം, മോചനം, ക്ഷയം, വൃദ്ധി, ധ്രുവം, അധ്രുവം. ഇനി കുറച്ച് എതിർലിംഗ പദങ്ങൾ കൂടി നോക്കാം. വത്സൻ, വത്സ,
കുമാരൻ, കുമാരി, പുത്രൻ, പുത്രി, പാന്തൻ, പാന്ത, മാതാവ്, പിതാവ്, പൂമാൻ, പൂമാനിനി. അപ്പോൾ നമ്മൾ ഈ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കുറച്ച് വിപരീത പദങ്ങളും എതിർലിംഗ പദങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കുമാരൻ ആശാൻ്റെ പ്രിയദർശനം എന്ന കവിതയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.